നഷ്ടപ്പെടലുകൾ അതൊരു വലിയ വേദനയാണ്. ഇന്നത്തെ വചനഭാഗത്തിലൂടെ സഭ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ബോധ്യങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ്. കബർനാമിൽ നിന്ന് നൈൻ എന്ന പട്ടണത്തിലേക്കുള്ള ഈശോയുടെ യാത്രയും അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവവുമാണ് ഇന്ന് തിരുവചനത്തിലൂടെ നമ്മൾക്ക് സഭ പറഞ്ഞു തരുന്നത്. നൈൻ പട്ടണത്തിൻ്റെ നഗര കവാടത്തിൽ ഈശോയും ശിഷ്യന്മാരും കൂടെയുണ്ടായിരുന്ന ജനങ്ങളും എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അവർ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു ശവമഞ്ചവുമായി കുറേ ആൾക്കാർ നടന്നു വരുന്നു. കൂടെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഒരു സ്ത്രീയും. ഈശോ അവരോട് ചോദിച്ചിട്ടുണ്ടാകാം, എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാകും, ഗുരു, വിധവയായ ഈ സ്ത്രീയുടെ ഏക മകൻ മരിച്ചു. അവനെ അടക്കം ചെയ്യുവാൻ, മറവ് ചെയ്യുവാനായി ഞങ്ങൾ പട്ടണത്തിന് പുറത്തേക്ക് പോകുകയാണ്. പട്ടണത്തിൽ സിനഗോഗുകൾ ഉണ്ടായിരുന്നിട്ടും യഹൂദന് ഒരു നിയമമുണ്ട്, പട്ടണത്തിൽ മൃതദേഹം മറവ് ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് അവർ പട്ടണത്തിന് പുറത്തേക്ക് മൃതശരീരവും വഹിച്ചുകൊണ്ട് പോയിരുന്നത്. ആകെയുള്ള പ്രതീക്ഷയായിരുന്ന ഏക മകനും നഷ്ടപ്പെട്ട ആ വിധവയായ അമ്മയോട് യേശുവിന് മനസ്സലിവുണ്ടായി. അവളോട് ഈശോ പറഞ്ഞു, കരയണ്ട. ഈശോ വളരെ അധികാര സ്വരത്തോടു കൂടിയാണ് അവളോട് പറഞ്ഞത്, കരയണ്ട. അവൾ കരച്ചിൽ നിർത്തിയിട്ടുണ്ടാകാം. അപ്പോൾ തന്നെ ഈശോ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിൽ തൊടുന്നു. എന്നിട്ട് ആ മൃതശരീരത്തോട് പറയുന്നു, എഴുന്നേൽക്കുക. ഉടനെ തന്നെ ആ യുവാവ് എഴുന്നേറ്റിരുന്നു, സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ ഈശോ പ്രൂവ് ചെയ്യുന്ന വേറൊരു കാര്യങ്ങളൂടെ ഉണ്ട്. മരണത്തിൻ്റെ മേൽ അവന് അധികാരമുണ്ട്. അവൻ പറഞ്ഞത്, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ശതാധിപൻ്റെ ഭൃത്യനെ സൗഖ്യമാക്കുന്ന ഈശോയെ. ശതാധിപൻ ഈശോയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയായിരുന്നു, എൻ്റെ ഭൃത്യൻ സൗഖ്യമാകുമായിരുന്നല്ലോ. അങ്ങ് എന്തിനു വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടി എൻ്റെ ഭവനത്തിലേക്ക് വരുന്നു? എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ല എന്നൊക്കെ. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത്, യഹൂദ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ നിയമപ്രശ്നങ്ങളുണ്ടായിരുന്നു. മോശയിലൂടെ ദൈവം നൽകിയ ദൈവീക കൽപ്പനകൾ യഹൂദ റബിമാർ, നേതാക്കന്മാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് ആ ദൈവീക കൽപ്പനകളെ നിയമമായിട്ട് കൺവേർട്ട് ചെയ്തു. അത് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചു. ആ നിയമങ്ങളിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു, മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ അശുദ്ധനാണ്. ഈ അശുദ്ധി ഇല്ലാതാക്കാൻ ശുദ്ധീകരണ കർമ്മങ്ങൾ അവർ ദിവസങ്ങളോളം ചെയ്യേണ്ടിയിരുന്നു. അതിനുശേഷം മാത്രമേ അവർക്ക് പട്ടണങ്ങളിൽ പ്രവേശിക്കാനോ സിനഗോഗുകളിൽ പ്രവേശിക്കാനോ സ്വഭവനത്തിൽ പ്രവേശിക്കുവാനോ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനോ കഴിയുകയുള്ളായിരുന്നു. ദൈവകൽപ്പനകളെ നിയമമായി വളച്ചൊടിച്ച യഹൂദൻ്റെ ഈ നിയമസംഹിതകളെയെല്ലാം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ അവയെല്ലാം പൊളിച്ചടുക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൻ ആ ശവമഞ്ചത്തിൽ തൊട്ടത്. ആ യുവാവ് എഴുന്നേറ്റിരുന്നു, സംസാരിച്ചു. അതിനുശേഷം ആ മകനെ ഈശോ ആ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാഗം കൂടെ അവിടെ വചനത്തിൽ കാണുന്നുണ്ട്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റും ഇതുപോലെ ആത്മാവും മനസ്സും മരിച്ച് ശരീരം കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ടാകാം. ഇതിനൊക്കെ ഒരു കൃത്യമായ കാരണങ്ങളും അവർക്കുണ്ടാകാം. അവരിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല്ലുവാനുള്ള ഒരാഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതിനുള്ള സാധ്യത വളരെ വിദൂരമായിരിക്കാം. പക്ഷേ ഈശോ ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്, ഈശോ നമുക്ക് കാണിച്ചു തന്ന ആ കരുണയുടെ മനോഭാവത്തോടെ അവരെ നമുക്കൊന്ന് സമീപിക്കാം. അങ്ങനെ ഉള്ളവരെ നമുക്ക് ഒന്ന് എഴുന്നേൽപ്പിക്കാം. സ്നേഹത്തോടെ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാം. ഈ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ജനം ഭയപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുമൊക്കെ കാണുന്ന രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ട് ഭയപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാകാതെ സ്നേഹത്തോടെ
ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കുന്നവരും ആരാധിക്കുന്നവരുമായി മാറാം. ആ ആരാധന മറ്റുള്ളവരുടെ മേൽ കരുണയുണ്ടാകുവാനും മറ്റുള്ളവരെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കുവാനുമുള്ള കൃപ നമുക്ക് ലഭിക്കുവാനും വേണ്ടിയായിരിക്കട്ടെ. നമുക്കോരോരുത്തർക്കും ഈശോയുടെ സ്നേഹത്തിൻ്റെ സുവിശേഷം ജീവിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരി